ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പ്രിറ്റി ടെയിൽസ്. അപ്പോൾ ഇത് നമ്മുടെ എപ്പിസോഡ് 2 ഓഫ് സ്കിൻ കെയർ സീരീസാണ്. ആൻഡ് ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് ഹൗ ടു ഫൈൻഡ് യുവർ ആക്നെ ടൈപ്പാണ്. സോ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൗ ടു ഫൈൻഡ് യുവർ സ്കിൻ ടൈപ്പ്. ആൻഡ് അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ടു ഫൈൻഡ് യുവർ ആക്നെ ടൈപ്പും. കാരണം നമ്മളിനി നമ്മുടെ അടുത്ത വീഡിയോസിൽ നമ്മൾ സ്കിൻ കെയർ റൊട്ടീനൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പും ആക്നെ ടൈപ്പും കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിന് പറ്റിയിട്ടുള്ള കറക്റ്റ് പ്രോഡക്ട്സും ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആക്നെ ടൈപ്സും പിന്നെ ആക്നെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ്. സോ കമ്മിങ് ടു ദ വീഡിയോ, ആക്നെ എന്ന് പറയുന്നത് ജനറലി 3 കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, പിന്നെ ഫോർ ഹെഡ് ബംസ്. സോ ബേസിക്കലി നമ്മുടെ സ്കിന്നിൽ പോർസ് ഉണ്ടാവും. പോർസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള കുഞ്ഞു കുഞ്ഞു ഓപ്പണിങ്സിന് പറയുന്ന പേരാണ് പോർസ്. അപ്പോൾ ഈ പോർസിൽ ഡേർട്ടും ഓയിലും പിന്നെ സ്വെറ്റ് അല്ലെങ്കിൽ ഡെഡ് സ്കിൻ സെൽസ് ഇതൊക്കെ വന്ന് അക്യുമുലേറ്റ് ആയിട്ട് പോർസ് ക്ലോഗ് ആകുമ്പോഴാണ് നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടാവുന്നത്. അപ്പോൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റ് ഹെഡ്സ് ബേസിക്കലി ക്ലോസ്ഡ് പോർസ് ആണ്, അതുകൊണ്ട് തന്നെ അത് സ്കിന്നിൻ്റെ അകത്തായിരിക്കും. ആൻഡ് ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയുമ്പോൾ അത് ഓപ്പൺ പോർസ് ആണ്. അപ്പോൾ ഓപ്പൺ ആയിരിക്കണതുകൊണ്ട് അത് എയർ ആയിട്ട് കോൺടാക്റ്റ് വരുന്നതുകൊണ്ടാണ് അത് ഓക്സിഡൈസ് ആവും, അതുകൊണ്ട് അതിന് ബ്ലാക്ക് കളറും വരും. അപ്പോൾ ഇതാണ് വൈറ്റ് ഹെഡ്സ് ആൻഡ് ബ്ലാക്ക് ഹെഡ്സ്. അപ്പോൾ ഇത് വരാനുള്ള റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓയിൽ സെക്രീഷൻസ്, സ്വെറ്റ്, പിന്നെ മുഖത്തുണ്ടാവുന്ന ഡേർട്ട് അക്യുമുലേഷനും ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് വൈറ്റ് ഹെഡ്സ് ആൻഡ് ബ്ലാക്ക് ഹെഡ്സ് വരുന്നത്. പിന്നെ ഇതേ കാറ്റഗറിയിൽ വരുന്നതാണ് ഫോർ ഹെഡ് ബംസ്. ഫോർ ഹെഡ് ബംസ് എന്ന് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്വെറ്റും ഇതൊക്കെ ഇതിനൊരു റീസൺ തന്നെയാണ്. അതല്ലാതെ വേറൊരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്. അപ്പോൾ നമ്മൾ ഈ ഹെയറിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് നമ്മുടെ ഫോർ ഹെഡായിട്ട് കോൺടാക്റ്റ് വരുമ്പോഴാണ് നമുക്ക് ഫോർ ഹെഡ് ബംസ് വരാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ്. അപ്പോൾ ഇത് മൂന്നാണ് ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. സോ നമ്മുടെ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നതാണ് പാപ്യൂൾസ് ആൻഡ് പസ്റ്റ്യൂൾസ്. അപ്പോൾ ഈ പാപ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി മുഖക്കുരു എന്ന് പറയുന്നതാണ് ഈ പാപ്യൂൾസ് ആൻഡ് പസ്റ്റ്യൂൾസ്. അപ്പോൾ പാപ്യൂൾസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മുഖത്ത് വരുന്ന കുറച്ച് ഇൻഫ്ലെയിംഡ്, അതായത് കുറച്ച് തടിച്ച് നിൽക്കും, ചെറിയ പെയിനും ഉണ്ടാവും, എന്നാൽ സ്കിൻ കളറിൽ അല്ലെങ്കിൽ ചെറിയ റെഡ് കളറിലൊക്കെ വരുന്നതാണ് പാപ്യൂൾസ് എന്ന് പറയുന്നത്. ഇതിൽ ബേസിക്കലി ഇൻഫെക്ഷൻസും അല്ലെങ്കിൽ ബാക്ടീരിയ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അതേസമയത്ത് പസ്റ്റ്യൂൾസ് എന്ന് പറയുന്നത് ഇതിനകത്ത് പസ് ഉണ്ടാവും, അതായത് ഇത് ഇൻഫെക്റ്റഡ് ആയിരിക്കും ആൻഡ് ഇതൊരു യെല്ലോയിഷ് വൈറ്റ് കളറിലായിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് ഇത് പോപ്പായി കഴിഞ്ഞാൽ, അതായത് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പസ്സും വരും. അപ്പോൾ ഇത് കുറച്ചും കൂടെ പെയിൻഫുള്ളും ആയിരിക്കും, കുറച്ചും കൂടെ ഹീൽ ആവാനും ടൈം എടുക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആക്നേസ് ആണ്. ആൻഡ് ലാസ്റ്റ് കാറ്റഗറി ഓഫ് ആക്നെ എന്ന് പറയുന്നതാണ് സിസ്റ്റിക് അല്ലെങ്കിൽ ഹോർമോണൽ ആക്നേസ്. അപ്പോൾ ഈ ഒരു കാറ്റഗറി ഓഫ് ആക്നെ കൂടുതലും നമുക്ക് സ്ട്രെസ്സ് കാരണം അല്ലെങ്കിൽ നമുക്ക് പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ, അതായത് PCOS പോലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഈ കൈൻഡ് ഓഫ് ആക്നേസ് വരിക. ആൻഡ് ഈ കൈൻഡ് ഓഫ് ആക്നേസ് കാണാൻ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആക്നെ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിൻ്റെ പെയിൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ചിലപ്പോൾ സ്കിന്നിൽ ഒരു കുത്തനുള്ള പെയിൻ നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ കണ്ണാടി പോയി നോക്കുമ്പോൾ അവിടെ ആക്നെയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളവിടെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ചെറുതായിട്ടൊരു ഹാർഡായിട്ടിരിക്കുന്ന പോലെ തോന്നും. അതായത് നമുക്ക് അകത്ത് ആ കുരു ഫീൽ ചെയ്യും, പക്ഷെ അത് പുറത്തേക്ക് വന്നിട്ടില്ല. അത് പുറത്ത് വരാൻ തന്നെ കുറച്ച് ടൈം എടുക്കും ആൻഡ് അത് ഹീലാവാൻ അതിനേക്കാൾ ടൈം എടുക്കും. ആൻഡ് ഇത് നല്ല പെയിൻഫുള്ളും ആയിരിക്കും. അതേ സമയത്ത് നമുക്ക് ഈ കുരു അടുപ്പിച്ച് കുറേ വട്ടം വരുന്നുണ്ട് അല്ലെങ്കിൽ വരുമ്പോൾ കുറേ കുരു വരുന്നുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇങ്ങനെ കുരുവുള്ളവർ അതിൻ്റെ മുകളിൽ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂടുതൽ വേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇതാണ് ഈ 3 കാറ്റഗറിയിലും ഏറ്റവും സിവിയർ ആയിട്ടുള്ള കൈൻഡ് ഓഫ് ആക്നേസ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്നയുടെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ആക്നെ ഇഷ്യൂ ആണ് ഉള്ളതെന്ന് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്നെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആക്നീസ് പോപ്പ് ചെയ്യാൻ പാടില്ല, അതായത് പൊട്ടിക്കാൻ പാടില്ല. ആക്നീസ് വന്നു കഴിഞ്ഞാൽ അത് സ്വയം പൊട്ടിയിട്ട് നോർമലായിട്ട് അത് പോകണം. അതല്ലാതെ നമ്മളത് പൊട്ടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ സ്പോട്ട് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ടും അല്ലെങ്കിൽ അവിടെ പിഗ്മെൻറ്റേഷൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ഒരിക്കലും നമ്മുടെ പിമ്പിൾസ് പോപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആക്നെ ഉള്ളപ്പോൾ നമ്മൾ ഒട്ടും ഫേസ് സ്ക്രബ് ചെയ്യാനോ റബ്ബ് ചെയ്യാനോ പാടില്ല. അതായത് നമ്മൾ ഈ സ്ക്രബിങ് ഏജൻസ് ഉള്ള ഒരു പ്രോഡക്ട്സും യൂസ് ചെയ്യാൻ പാടില്ല. അത് ആക്നെ ഉള്ളവർക്ക് മാത്രമല്ല പൊതുവെ ആരും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം സ്ക്രബിങ് ഏജൻസ് ഉള്ള പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിൻ ബാരിയറിനെ ഡാമേജ് ആക്കാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ റബ്ബ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടവൽ വെച്ചിട്ടൊന്നും നമ്മുടെ ഫേസ് ഒരുപാട് റബ്ബ് ചെയ്യാൻ പാടില്ല. അത് ജനറലി റബ്ബ് ചെയ്യാൻ പാടില്ല. ആക്നെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കും വേണം. കാരണം ആക്നെ പോപ്പ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്പോട്ട് അല്ലെങ്കിൽ മാർക്ക് വരാൻ ചാൻസ് ഉണ്ട്.
പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ ഫേസ് ടച്ച് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ നമ്മുടെ കൈയാണ് എല്ലാ കാര്യങ്ങളും എടുക്കാനും പിടിക്കാനും എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഒത്തിരി ഡേർട്ട് ഉണ്ടാവും. നമുക്ക് കാണുമ്പോൾ ഡേർട്ട് തോന്നില്ലെങ്കിലും നമ്മുടെ കയ്യിൽ ഡേർട്ട് ഉണ്ടാവും. അപ്പം നമ്മൾ ആ കൈ വെച്ച് എപ്പോഴും നമ്മുടെ ഫേസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫേസിൽ പിമ്പിൾസും ബ്രേക്ക്ഔട്ട്സും വരാൻ ചാൻസ് ഉണ്ട്. സോ അവോയ്ഡ് ടച്ചിങ് യുവർ ഫേസ് ഓൾ ദ ടൈം. പിന്നെ ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പില്ലോ കവേഴ്സ്. നമ്മളെപ്പോഴും നമ്മുടെ പില്ലോ കവേഴ്സ് വീക്ക്ലി വൺസ് മാറ്റണം. അല്ലെങ്കിൽ നമ്മുടെ മുഖത്തുള്ള നമ്മൾ ഈ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ മുഖത്തുള്ള ഡേർട്ട്, സ്വെറ്റ്, ഓയിൽസ് ഇതെല്ലാം അതിലേക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതന്നെ കോൺസ്റ്റൻ്റ് കുറേ ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫിഫ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺസ്. നമ്മൾ ഫോൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഫോണിൻ്റെ ഒരു സൈഡ് നമ്മുടെ ചീക്സിലാണ് വരുന്നത്. അപ്പോൾ ആ ഫോണിലുള്ള ഡേർട്ടും കാര്യങ്ങളും നമ്മുടെ ചീക്സിലായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പിമ്പിൾസ് വരാൻ അതൊരു റീസണാണ്. സോ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഫോൺ ഇങ്ങനെ പിടിക്കാൻ നോക്കുക ഇൻസ്റ്റെഡ് ഓഫ് കീപ്പിംഗ് ഇറ്റ് ലൈക്ക് ദിസ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഒരിക്കലും ഓവർ ക്ലെൻസ് ചെയ്യാതിരിക്കുക. അതായത് ഒരു ഹെൽത്തി റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ് യുവർ ഫേസ് 2 times a day ആണ്. ഒന്ന് രാത്രി ഒന്ന് രാവിലെ. ഇതാണ് ഒരു ഹെൽത്തി റൊട്ടീൻ. അല്ലാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഫേസ് വാഷ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് പിമ്പിൾസ് ഉള്ളപ്പോൾ നമ്മൾ ഓവറായിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിമ്പിൾസ് പോകുമെന്ന് വിചാരിക്കരുത്. ഓവറായിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ഓവർ ഡ്രൈ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൂടുതൽ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഓവർ ക്ലെൻസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഓൾസോ ഓവർ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനും ചാൻസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് സ്കിൻ ഇഷ്യൂസ്, അതായത് ഈ ആക്നീസും പിമ്പിൾസും ഉള്ള സമയത്ത് നമ്മൾ മിനിമൽ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാം. അത് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണെങ്കിലും മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണെങ്കിലും നമ്മൾ മിനിമലായിട്ട് വെക്കും. കാരണം ഒരുപാട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ പിമ്പിൾസിനെ കൂടുതൽ വേഴ്സ് ആക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ആക്നി ഉള്ളവർ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്കിൻ കെയർ റൂട്ടീനാണ് പറയാൻ പോകുന്നത്. സോ അതിന് മുന്നേ നമ്മൾ ഈ സ്കിൻ കെയർ നമ്മുടെ സ്കിൻ ടോൺ എങ്ങനെ സ്കിൻ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും ആക്നി ടൈപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്നും മനസ്സിലാക്കിയാലാണ് നമുക്ക് പ്രോപ്പറായിട്ട് അവിടെ പ്രോഡക്റ്റ്സ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും തോട്ട്സ് ഉണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ്. ആൻഡ് താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ലവ് യു. ബൈ.